അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ഒരു രാത്രിയാണ് ഇന്നത്തെ രാത്രി, അഥവാ നാം ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന ബറാഅത്തിന്റെ രാത്രിയാണ്. അതുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് ഈ സമയം മുതൽ ഏതെല്ലാം ദിക്റുകളാണ് ചൊല്ലേണ്ടത്, സൂറത്തുകളാണ് പാരായണം ചെയ്യേണ്ടത്, യാസീൻ സൂറത്ത് ഓതുന്ന സമയത്ത് എന്തെല്ലാം നിയ്യത്താണ് വെക്കേണ്ടത്, എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത്, എങ്ങനെയാണ് ഓതേണ്ടത്, ഇന്നത്തെ രാത്രി എങ്ങനെയാണ് ഹയാത്താക്കേണ്ടത് എന്ന കാര്യങ്ങളാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മുടെ ക്ലാസ്സിലേക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ മുറാദുകൾ ഹാസിലാക്കി തരട്ടെ, സർവ്വ വിഷമങ്ങളും അകറ്റി തരട്ടെ, സർവ്വ ടെൻഷനുകളും അകറ്റി തരട്ടെ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. എല്ലാവർക്കും റാഹത്തല്ലേ, എല്ലാവർക്കും സന്തോഷല്ലേ? എല്ലാവരും മനസ്സറിഞ്ഞുകൊണ്ട് ഒരു 3 പ്രാവശ്യം അൽഹംദുലില്ലാ പറയൂ. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇൻഷാ അല്ലാ നിങ്ങൾ പറഞ്ഞ അൽഹംദുലില്ലാ ഒന്ന് കമന്റിൽ എഴുതി വിടണം. ആരൊക്കെയാണ് അൽഹംദുലില്ലാ എന്ന് പറഞ്ഞത് എന്ന് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ രാത്രി വളരെയേറെ നിർണായകമായ രാത്രിയാണ്, അഥവാ നാം ഒക്കെ പ്രതീക്ഷിച്ചിരിക്കുന്ന പരിശുദ്ധമായ ബറാഅത്തിന്റെ രാത്രിയാണ്. ബറാഅത്തിന്റെ രാത്രിക്ക് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, ഒരുപാട് പുണ്യങ്ങളുണ്ടെന്ന് കഴിഞ്ഞ ക്ലാസ്സിലൂടെ നാം പഠിച്ചതാണ്. ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പറയുന്നത് ഈ സമയം മുതൽ നാം ചൊല്ലിയിരിക്കേണ്ട ദിക്റുകളെ കുറിച്ചും സ്വലാത്തുകളെ കുറിച്ചും, ഇന്നത്തെ രാത്രി എങ്ങനെയാണ് ഹയാത്താക്കേണ്ടത് എന്നതിനെ കുറിച്ചും, ഏത് സൂറത്താണ് ഓതേണ്ടത് എന്നതിനെ കുറിച്ചും, അതുപോലെ നാം ഓതുന്ന സൂറത്തു യാസീൻ എങ്ങനെയാണ് ഓതേണ്ടത്, എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത്, ഓതുമ്പോൾ എന്തെല്ലാം നിയ്യത്തുകളാണ് വെക്കേണ്ടത് എന്നതിനെ കുറിച്ചാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. കൂടുതലായി ആമുഖങ്ങൾ പറയാതെ നമ്മളെ വിഷയത്തിലേക്ക് കടക്കുകയാണ്. എൻ്റെ പ്രിയമുള്ളവരെ, ഇന്നത്തെ രാത്രി നമ്മളിലേക്ക് കടന്നു വരുമ്പോ മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ ഉളു എടുത്ത് തയ്യാറായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെ? മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ ഉളു എടുത്തുകൊണ്ട് തസ്ബീഹുകൾ ചൊല്ലുക. എങ്ങനെയാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി, അസ്തഗ്ഫിറുല്ലാഹ്. ഈ തസ്ബീഹ് മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പ് ധാരാളം പറയുക. അതിനെന്ത് വേണം? മഗ്രിബ് നിസ്കാരത്തിന്റെ മുമ്പ് തന്നെ ബറാഅത്ത് രാവിനെ പ്രതീക്ഷിച്ചുകൊണ്ട് ഉളു എടുത്തുകൊണ്ട് ഈ തസ്ബീഹ് ധാരാളം അധികരിപ്പിക്കുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ മഗ്രിബ് നിസ്കാരം ഖളാ ആകാതെ നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നത്തെ രാത്രി കഴിയുന്ന ആളുകൾ ജമാഅത്തായി തന്നെ നിസ്കരിക്കണം. പുരുഷന്മാര് പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിക്കണം. ഉമ്മമാര് വീട്ടിൽ നിങ്ങളെ മരുമക്കളും അതുപോലെ തന്നെ കുടുംബക്കാരും അമ്മായിമ്മയൊക്കെ നിന്നിട്ട് ജമാഅത്തായി നിസ്കരിക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്. ഒരു നന്മ ചെയ്തു കഴിഞ്ഞാൽ ഇരട്ടി പ്രതിഫലം ഇന്നത്തെ രാത്രി അള്ളാഹു നൽകുന്നുണ്ട്. അതുകൊണ്ട് ജമാഅത്ത് നിസ്കാരം ഒഴിവാക്കരുതേ, നഷ്ടപ്പെടുത്തരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരം അഥവാ റവാത്തീബ് നിസ്കാരം വളരെ പ്രധാനപ്പെട്ടതാണ്. ആ റവാത്തീബും ഇന്നത്തെ രാത്രി എന്നല്ല, ജീവിതകാലം മുഴുവനും നിസ്കരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അങ്ങനെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞു, ചൊല്ലേണ്ട ദിക്റുകൾ ചൊല്ലി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞാൽ നമ്മൾ സൂറത്ത് യാസീൻ ഓതാൻ തുടങ്ങണം. ബറാഅത്തിന്റെ രാത്രിയിൽ സൂറത്ത് യാസീൻ ഓതണമെന്ന് മഹാന്മാർ അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇമാം ദൈറബി റളിയല്ലാഹു തആല അൻഹുവിനെ പോലത്തെ മഹാന്മാര് അവരെ കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ബറാഅത്തിന്റെ രാത്രിയിൽ യാസീൻ സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ അവർക്ക് പ്രത്യേക പുണ്യം ലഭിക്കുമെന്ന്. എത്ര പ്രാവശ്യമാണ് നാം യാസീൻ സൂറത്ത് ഓതേണ്ടത്? 3 പ്രാവശ്യമാണ്. ഓരോ പ്രാവശ്യം ഓതുമ്പോഴും നാം നീയത്ത് വെക്കണം. ഒന്നാമത്തെ പ്രാവശ്യം ഓതുമ്പോൾ നീയത്ത് വെക്കേണ്ടത് തൂലുൽ ഉംർ, ദീർഘായുസിന് വേണ്ടിയാണ്. പെട്ടെന്ന് മരിക്കുക എന്ന് പറയുന്നത് അത് വല്ലാത്ത വിഷമുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ നമ്മക്കും ദീർഘായുസ് വേണം, നമ്മളെ മക്കൾക്കും കൂടുതൽ ആയുസ് വേണം, ഭാര്യക്കും കുടുംബക്കാർക്കും ഒക്കെ ദീർഘായുസ് വേണം. അതിനു വേണ്ടി എല്ലാവരും വീട്ടിലിരുന്നു കൊണ്ട് ഒരു യാസീൻ ഓതുക. രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ നാം നീയത്ത് വെക്കേണ്ടത് ആഫത്ത് മുസീബത്തുകളിൽ നിന്ന് രക്ഷപ്പെടണം, നല്ല മരണം ലഭിക്കണം, മോശമായ മരണത്തിൽ നിന്ന് കാവൽ ലഭിക്കണം. അതാണ്
ഇതാണ് നിയ്യത്ത് വെക്കേണ്ടത് രണ്ടാമത്തെ യാസീൻ ഓതുമ്പോൾ. മൂന്നാമത്തെ യാസീൻ ഓതുമ്പോൾ നിയ്യത്ത് വെക്കേണ്ടത് സുബ്ഹാനല്ലാഹ് എല്ലാറ്റിലും ബറക്കത്ത് ലഭിക്കണം. മക്കളില്, കുടുംബത്തില്, ജോലിയില്, സമ്പത്തില്, അതുപോലെ തന്നെ നമ്മളെ വീട്ടിലൊക്കെ ബറക്കത്ത് ഉണ്ടാവാൻ, ഐശ്വര്യം ഉണ്ടാവാൻ, ഒരാളെ മുമ്പിലും കൈ നീട്ടാതെ അന്തസ്സോടെ ജീവിക്കാനുള്ള ഭാഗ്യം ഉണ്ടാവാനുള്ള തൗഫീഖ് ഉണ്ടാവാൻ എന്നുള്ള നിയ്യത്ത് വെച്ചുകൊണ്ടാണ് മൂന്നാമത്തെ യാസീൻ പാരായണം ചെയ്യേണ്ടത്. അങ്ങനെ മൂന്ന് യാസീൻ പാരായണം ചെയ്തതിനു ശേഷം രണ്ട് കരങ്ങളും കൈ അള്ളാഹുവിലേക്ക് ഉയർത്തി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. യാസീൻ സൂറത്തോതി പ്രാർത്ഥിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഹാജത്തുകൾ നിറവേറ്റി കൊടുക്കും. പ്രാർത്ഥിക്കുന്ന കൂട്ടത്തില് മരണപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മറക്കരുതേ എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ബറാഅത്തിന്റെ രാത്രിയിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി അള്ളാഹുവിന്റെ റസൂൽ പ്രത്യേകം പ്രാർത്ഥന നടത്തിയിട്ടുണ്ട് എന്ന് ഹദീസിന്റെ കിതാബുകൾ പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാൻ കഴിയും. അങ്ങനെ യാസീൻ സൂറത്ത് ഓതി കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഓതേണ്ട സൂറത്താണ് സൂറത്തു ദുഹാൻ. സൂറത്തു ദുഹാൻ 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ 30 പ്രാവശ്യം ഓതണം. എങ്ങനെ? 1 മുതൽ 8 വരെയുള്ള ആയത്തുകൾ 30 പ്രാവശ്യം ഓതുക. 30ാമത്തെ പ്രാവശ്യം സൂറത്തു ദുഹാൻ മുഴുവനായി ഓതി അള്ളാഹിനോട് ദുആ ചെയ്താൽ ചോദിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. ഇനി ഇങ്ങനെ ഓതാൻ പ്രയാസമുള്ള ആളുകൾ ഒരു പ്രാവശ്യമെങ്കിലും സൂറത്തു ദുഹാൻ മുഴുവനായി ഓതുക. എങ്കിൽ നമ്മളെ പാപങ്ങൾ അല്ലാഹു പൊറുക്കും. ഒരാൾ രാത്രിയിൽ സൂറത്തു ദുഹാൻ ഓതി കഴിഞ്ഞാൽ അവനിക്ക് മലക്കുകൾ പൊറുക്കലിനെ ചോദിക്കുന്നുണ്ട് എന്ന് മഹാനായ നബിതങ്ങള് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ സൂറത്തു ദുഹാൻ ഓതുക. അതുപോലെ തന്നെ ഖബർ സിയാറത്ത് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. കുടുംബക്കാരുടെ ഖബറൊക്കെ സിയാറത്ത് ചെയ്യുക. ഉമ്മമാര് വീട്ടിൽ നിന്ന് മരണപ്പെട്ടവർക്ക് വേണ്ടി ദുആ ചെയ്യുക. ഉപ്പമാര്, സഹോദരന്മാര്, അതുപോലെ പുരുഷന്മാരൊക്കെ നമ്മളെ ഖബർ സിയാറത്ത് ചെയ്യണം. പള്ളിക്കാട്ടിലേക്ക് പോവുക, അവരോട് സലാം പറയുക, സൂറത്തുൽ ഇഖ്ലാസ് ഓതുക, സൂറത്ത് യാസീൻ അവിടെ നിന്ന് ഓതാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക. അതിന് ഏറ്റവും നല്ല സമയം അസറിന്റെ സമയമാണ്. കാരണം മഗ്‌രിബിന്റെ സമയത്ത് നമുക്ക് സൂറത്തു ദുഹാനും യാസീനൊക്കെ ഓതേണ്ട സമയമാണ്. മറ്റുള്ള ദിക്റുകൾ ചെല്ലേണ്ട സമയമാണ്. അപ്പൊ ഖബർ സിയാറത്ത് അസർ നിസ്കാരത്തിന്റെ ശേഷം നമ്മൾ നിർവഹിക്കലാണ് നല്ലത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഈ സ്ത്രീകളൊക്കെ ഖബർ സിയാറത്തിന് ഇറങ്ങണ്ട. ഉസ്താദ് പറഞ്ഞുകൊണ്ടു ബറാഅത്തിന്റെ രാത്രിയിൽ ഖബർ സിയാറത്ത് ചെയ്യണം, അതുകൊണ്ട് ഞങ്ങളൊക്കെ ഖബർ സിയാറത്തിന് പോവാന്ന് പറയണ്ട. നിങ്ങൾ നിങ്ങളെ വീട്ടിൽ ഇരുന്നു കൊണ്ട് മരണപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞാൽ എന്റെ പ്രിയമുള്ളവരെ സൂറത്തു ദുഹാനും യാസീനും ഒക്കെ ഓതിക്കഴിഞ്ഞാൽ പിന്നെ ദിക്ർ ദുആയിലേക്ക് പ്രവേശിക്കുകയാണ്. നാം പ്രാർത്ഥിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. റമദാൻ മാസത്തിലൊക്കെ നമ്മൾ ദുആ ചെയ്യാറുണ്ട്. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. ഈ പ്രാർത്ഥന ഇന്നത്തെ രാത്രി ധാരാളം പറയണം. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. അല്ലാഹുമ്മ ഇന്നക അഫൂൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ രാത്രിയിൽ പ്രിയമുള്ളവരെ 3 യാസീൻ നമ്മളെ ദാറുൽ മുബീൻ മജ്ലിസിൽ പ്രത്യേകം പാരായണം ചെയ്യും. കഴിയുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം. നമ്മൾക്ക് ഒരുമിച്ച് യാസീൻ സൂറത്ത് ഓതി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ ഇന്നത്തെ രാത്രി മഗ്‌രിബ് നിസ്കാരത്തിന് ശേഷം ദാറുൽ മുബീൻ മജ്ലിസിൽ പങ്കെടുക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുപോലെ തന്നെ ഇസ്തിഗ്ഫാർ അധികരിപ്പിക്കുക, അതുപോലെ തന്നെ തൗബ ചെയ്യുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ആളുകൾക്ക് ഇന്ന് പാപങ്ങൾ പുറത്തു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മൾ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചു, നമ്മൾ തൗബ ചെയ്തു കഴിഞ്ഞാൽ ആ പാപങ്ങൾ പുറത്തു കൊടുക്കുന്ന കൂട്ടത്തിൽ അല്ലാഹു നമ്മെയും ഉൾപ്പെടുത്തും. കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറയാ, റബ്ബേ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ട്, അറിയാതെയും അറിഞ്ഞുകൊണ്ടൊക്കെ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഗീബത്ത് പറഞ്ഞിട്ടുണ്ട്, നമീമത്ത് പറഞ്ഞിട്ടുണ്ട്, കുടുംബബന്ധം മുറിച്ചവരാണെങ്കിൽ കുടുംബബന്ധം മുറിച്ചിട്ടുണ്ട് റബ്ബേ, പൊറുക്കണേ റഹ്മാനെ, മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ പൊറുക്കണേ റബ്ബേ, ഇനി ഞാൻ തെറ്റ് ചെയ്യൂല, മദ്യപിക്കില്ല, കുടുംബബന്ധം മുറിക്കില്ല എന്ന് പറഞ്ഞ് അള്ളാഹിനോട് കരഞ്ഞു ദുആ ചെയ്യുക. തൗബ ചെയ്യേണ്ട രാത്രിയാണ് ഇന്നത്തെ രാത്രി. അതുപോലെ നമ്മൾ ചൊല്ലേണ്ട മറ്റൊരു പ്രാർത്ഥനയാണ് ദുആഉൽ കർബ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഈ പ്രാർത്ഥന അത്ഭുതമാണ്. ഈ പ്രാർത്ഥന കൊണ്ട് നമുക്ക് ഒരുപാട് നേട്ടമുണ്ട്. ഒന്നാമത്തെ നേട്ടം നമ്മളെ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു നീക്കി തരുന്നുള്ളതാണ്. രണ്ടാമത്തെ നേട്ടം നമ്മളെ പാപങ്ങളും അള്ളാഹു പുറത്തു തരുന്നുള്ളതാണ്. എങ്ങനെ? ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അതുപോലെ 100 പ്രാവശ്യം പറയേണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ഫാത്തിമ ബീബിയോട് അള്ളാഹ് റസൂൽ ചൊല്ലാൻ പറഞ്ഞ പ്രാർത്ഥനയാണ് ഇത്. യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം എന്ന് പറയും. യാ ഹയ്യു യാ ഖയ്യൂം,
യാ ഹയ്യു യാ ഖയ്യൂം, യാ ഹയ്യു യാ ഖയ്യൂം. ഈ ദുആ, ഈ ദിക്ർ 100 പ്രാവശ്യം പറയാ. ഇത് അസ്മാഉൽ ഹുസ്നയാണ്. ഇത് 100 പ്രാവശ്യം പറഞ്ഞ് അള്ളാഹിനോട് ദുആ ചെയ്യുക. അതുപോലെ നരകത്തിനെ തൊട്ട് കാവൽ ചോദിക്കണം. 100 കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾക്ക് അള്ളാഹു നരകമോചനം നൽകുന്ന ബറാഅത്തിന്റെ രാത്രി. ബറാഅത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഒഴിവാക്കുക എന്നാണ്, നരകത്തിൽ നിന്ന് ഒഴിവാക്കുക. ഒരുപാട് ആളുകൾ അള്ളാഹു നരകത്തിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് ഈ രാത്രിയിൽ. അതുകൊണ്ട് നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കുക. അറബിയിൽ ചോദിക്കാൻ അറിയാത്ത ആളുകൾ മലയാളത്തിൽ ചോദിച്ചാൽ മതി. അറബിയിൽ എങ്ങനെ ചോദിക്കുക? അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഇത് എഴുതിയെടുക്കുകയോ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുകയോ അതല്ലെങ്കിൽ ഇന്നത്തെ രാത്രി വീണ്ടും അത് റിപ്പീറ്റ് അടിച്ച് നമ്മുടെ ക്ലാസ് കേൾക്കുകയോ ചെയ്യുക. അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ. ഇത് ധാരാളം പറയുക. അതുപോലെ സ്വർഗത്തിന് ചോദിക്കുമാണ്. ഒരുപാട് ആളുകൾക്ക് അല്ലാഹു ദുഹൂലുൽ ജന്ന, സ്വർഗപ്രവേശനം നൽകുന്ന രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. അതുകൊണ്ട് സ്വർഗത്തിന് ചോദിക്കണം. എങ്ങനെ ചോദിക്കുക? അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന. അറബി പറയാൻ പ്രയാസമുള്ള ആളുകൾ മലയാളത്തിൽ ചോദിച്ചാൽ മതിട്ടോ, അറബി തന്നെ ചോദിക്കണം എന്നൊന്നുമില്ല. അല്ലാഹുമ്മ ഇന്നി അസ്അലുകൽ ജന്ന, റബ്ബേ നിന്നോട് ഞാൻ സ്വർഗം ചോദിക്കുന്നു, സ്വർഗം നൽകണേ അല്ല, സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകണേ അല്ല. ഇങ്ങനെ മലയാളത്തിൽ ദുആ ചെയ്താൽ മതി. അതുപോലെ തന്നെ നമ്മൾ ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു ദുആ ഉണ്ട്. റജബ് 1 മുതൽ നമ്മൾ ചൊല്ലിപ്പോകുന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഇത് അറബി തന്നെ ദുആർക്കണം. അല്ലാഹു റസൂൽ അങ്ങനെ ദുആർന്നതാ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഇതറിയാത്തവരായി ആരും ഉണ്ടാവൂല. ഇത് നമ്മൾ പഴയ കുട്ടിക്കാലം മുതലേ കേട്ടുപോകുന്ന ഒരു പ്രാർത്ഥനയാണ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബ വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞു കിടക്കുന്ന ഒരു പ്രാർത്ഥനയാണ് പ്രിയമുള്ളവരെ. ഈ പ്രാർത്ഥന ചൊല്ലിക്കോളൂ. ഈ വർഷം മുഴുവനും നിങ്ങൾക്ക് കാവലാണ്, നിനക്ക് ബറക്കത്താണ്. മക്കളിൽ, കുടുംബത്തിൽ, ജോലിയിൽ, അതുപോലെ തന്നെ നിന്റെ വീട്ടില്, നിന്റെ എല്ലാ മേഖലകളിലും അള്ളാന്റെ ബറക്കത്ത് ഉണ്ടാകും. അതുകൊണ്ട് ഇത് ധാരാളം പറയണം. ബറക്കത്ത് നഷ്ടപ്പെട്ടു പോകൂല. നിന്റെ ജീവിതത്തിൽ മുഴുവനും ബറക്കത്ത് ഉണ്ടാവും. അടുത്ത റജബ് വരെ, അടുത്ത ശഅബാൻ വരെ നിനക്ക് അള്ളാഹു ബറക്കത്ത് നൽകും. ഈ പ്രാർത്ഥന അത്ഭുതമാണ്, അത്ഭുതങ്ങളുടെ കലവറയാണ്. ഇത് ധാരാളം പറയുക. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, ഇശാ നിസ്കരിക്കണം. ദിക്റിലായി യാസീൻ ഓതി, സൂറത്തു ദുഹാൻ ഓതിയിട്ട് ഇശ നിസ്കാരം ആരും മറന്നു പോകരുത്. ഇശ ബാങ്ക് കൊടുത്താൽ എന്ത് ചെയ്യുക? ഉടനെ ഇശ നിസ്കരിക്കുക. അതുപോലെ തന്നെ ഇശാ നിസ്കാരത്തിന്റെ റവാത്തീബ് സുന്നത്ത് നിസ്കാരങ്ങളുണ്ട്, അത് ഒഴിവാക്കരുത്. ഇശ നിസ്കരിക്കാതെ കടന്നുറങ്ങാൻ പാടില്ല. ഇശ നിസ്കരിക്കാതെ കടന്നുറങ്ങൽ ഹറാമാണ്. കഴിയുന്ന ആളുകളൊക്കെ റവാത്തീബ് നിസ്കരിക്കണം. ഒരു റവാത്തീബിന് ഇരട്ടി പ്രതിഫലം അള്ളാഹു ഇന്നത്തെ രാത്രി നൽകുന്നുണ്ട്. ഇശാ നിസ്കാരവും ജമാഅത്തായി നിസ്കരിക്കാൻ പറ്റുന്ന ആളുകൾ ജമാഅത്തായി നിസ്കരിക്കുക. ഇനി പള്ളിയിൽ പോകാൻ പ്രയാസമല്ല പുരുഷന്മാരുണ്ടെങ്കിൽ വീട്ടിൽ ഭാര്യയും മക്കളൊത്ത് നിസ്കരിക്കാലോ. ഭാര്യ ഇമാമിക്കാൻ പറ്റൂല എന്നുള്ളൂ. എങ്ങനെ? പുരുഷന് നിസ്കരിക്കും, പുരുഷനും സ്ത്രീയും നിസ്കരിക്കുമ്പോൾ ഭാര്യയും ഭർത്താവും നിസ്കരിക്കുകയാണെങ്കിൽ ഭാര്യ പുരുഷന് ഇമാമിക്കാൻ പറ്റൂല, ഭാര്യ ആൺമക്കൾക്ക് ഇമാമിക്കാൻ പറ്റൂല. അഥവാ ഉമ്മ ആൺമക്കൾക്ക് ഇമാമ് നിൽക്കാൻ പാടില്ല. ഈ ചെറിയ കുട്ടികളാണ്, ആൺകുട്ടികൾ ചെറിയ കുട്ടികളാണ്, പഠിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടെ വേണമെങ്കിൽ ഉമ്മാക്ക് ഇമാമിക്കാന്നല്ലാതെ പ്രായപൂർത്തിയെത്തിയ ആൺകുട്ടികൾക്ക് ഉമ്മാക്ക് ഇമാമിക്കാൻ പറ്റൂല, ഭർത്താവിന് ഭാര്യ ഇമാമിക്കാൻ പറ്റൂല എന്ന്. അപ്പൊ ഉപ്പ എന്ത് ചെയ്യണം? ഇമാമ് നിൽക്കണം. വീട്ടിലെ പുരുഷൻ ഇമാമ് നിൽക്കുക. വീട്ടിലാണ് പുരുഷന്മാര് ജമാഅത്ത് നിസ്കരിക്കുന്നതെങ്കിൽ, അതല്ലെങ്കിൽ പുരുഷന്മാര് പള്ളിയിൽ പോകുക, സ്ത്രീകൾ വീട്ടിൽ നിന്ന് നിസ്കരിക്കുക, ജമാഅത്തായി നിസ്കരിക്കുക. അത് പുണ്യമുള്ള കാര്യമാണ്. അതുപോലെ 100 പ്രാവശ്യം പറയാ ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബിയല്ലാഹു വ നിഅമൽ വക്കീൽ. ഇതൊക്കെ ഒരുപാട് രഹസ്യങ്ങളുള്ള പ്രാർത്ഥനകളാണ് കേട്ടോ. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ തീയിലേക്ക് എറിയുന്ന സമയത്ത് ഇബ്രാഹിം നബി പറഞ്ഞ പ്രാർത്ഥനയാണ്, ഒരുപാട് ഔലിയാക്കൾ പറഞ്ഞ പ്രാർത്ഥനയാണ് രക്ഷപ്പെടാൻ വേണ്ടി. ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ, ഹസ്ബി അല്ലാഹു വ നിഅമൽ വക്കീൽ. എനിക്ക് അല്ലാഹു മതി എന്നാണ് ഇതിന്റെ അർത്ഥം. ഞാൻ എൻ്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിലേക്ക് ബരമേൽപ്പിക്കുന്നു എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതുകൊണ്ട് ഇന്നത്തെ രാത്രി ധാരാളം പറയുക, റബ്ബേ ഈ പോരിശയാക്കപ്പെട്ട രാത്രിയിൽ എൻ്റെ എല്ലാ കാര്യം നിനക്ക് ഞാൻ ബരമേൽപ്പിക്കുകയാണ്, നിന്റെ കാവൽ എൻ്റെ ജീവിതകാലം മുഴുവനും നൽകണേ അല്ലാ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഹസ്ബി അല്ലാഹു നിഅമൽ വക്കീൽ. ഇത് ധാരാളം പറയുക. 100 സ്വലാത്ത് ചൊല്ലുക. ഏത് സ്വലാത്താണോ നിങ്ങൾക്ക് ചൊല്ലാൻ പറ്റുക, ഒരു 100 സ്വലാത്തെങ്കിലും ഇല്ല. ഇനി 1000 വട്ടം സ്വലാത്ത് ചൊല്ലാൻ പറ്റുമോ? 1000 വട്ടം ചൊല്ലിക്കോളിയും. കാരണം സ്വലാത്തിന്റെ മാസമാണ് പരിശുദ്ധമായ ശഅബാൻ മാസം. നീ ഏത് സ്വലാത്തും ചൊല്ല, ഫാത്തിമിയ സ്വലാത്ത് ചൊല്ല. ഫാത്തിമിയ സ്വലാത്ത് ചൊല്ലിയാൽ എന്താ ഗുണം? 100 ചൊല്ല, 1000 ചൊല്ല, 5000 ചൊല്ല, 10000 ചൊല്ല, നിമിഷ നേരം കൊണ്ട് ചൊല്ലി തീർക്കാം.
കാരണം അത് സിമ്പിളായ സ്വലാത്താണ്. അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വഹ്ലി സിമ്പിളായ സ്വലാത്താണെങ്കിലും അതിൽ ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഫാത്തിമ ബീവിയുടെ സ്വലാത്താണ് അല്ലാഹുമ്മ സ്വല്ലി അലന്നൂരി വഹ്ലി. സ്വലാത്തുൽ ഫാത്തിഹ ചൊല്ലാം, അതുപോലെ തന്നെ താജ് സ്വലാത്ത് ചൊല്ലാം, നാരിയ സ്വലാത്ത് ചൊല്ലാം. നിങ്ങൾക്ക് ഏത് സ്വലാത്താണോ ചൊല്ലാൻ ഇഷ്ടം ആ സ്വലാത്ത് ചൊല്ലുക. ഒരു 100 എണ്ണമെങ്കിലും ചെല്ലണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, തഹജ്ജുദ് നിസ്കാരം ഒഴിവാക്കരുത്. തഹജ്ജുദിന്റെ സമയത്ത് നേർത്ത് എണീക്കുക. കാരണം ഒരുപാട് ശ്രേഷ്ഠതകളുള്ള ഒരു സമയമാണ്, പോരിശയുള്ള സമയമാണ് തഹജ്ജുദിന്റെ സമയമെന്ന് പറയുന്നത്. ആ സമയത്ത് എണീക്കുക, അള്ളാഹിനോട് ദുആ ചെയ്യുക. നമ്മൾക്ക് ഒരുപാട് കാര്യങ്ങൾ അള്ളാഹിനോട് പറയാനുണ്ട്. അത് പറയാൻ പറ്റിയ ഏറ്റവും പുണ്യമുള്ള ഒരു രാത്രിയാണ് ബറാഅത്തിന്റെ രാത്രി. ബറാഅത്തിന്റെ രാത്രിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രാർത്ഥനക്ക് ഉത്തരം നൽകുമെന്ന് മുത്തുനബി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തഹജ്ജുദിന് എണീറ്റുകൊണ്ട് കഴിയുന്ന ആളുകളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുക, ധാരാളം ഖുർആൻ ഓതുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് 1ാം ആകാശത്തേക്ക് ഇറക്കിയതാണ് പരിശുദ്ധ ഖുർആൻ. ബറാഅത്തിന്റെ രാത്രിയിലാണത്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി പരിശുദ്ധ ഖുർആൻ ഓതുക. തഹജ്ജുദ് നിസ്കരിച്ചിട്ട് ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക. നോമ്പ് പിടിച്ചുകൊണ്ട് കഴിവിന്റെ പരമാവധി ഖുർആൻ ധാരാളം പാരായണം ചെയ്യുക. ഖുർആനുമായി ബന്ധപ്പെടുക. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, ചെയ്യേണ്ടത് നാളത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കണം. ബറാഅത്ത് നോമ്പ് പുണ്യമുണ്ട് എന്ന് മഹാനായ നബിതങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്, മഹാന്മാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കഴിവിന്റെ പരമാവധി നാളത്തെ ദിവസം നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കണം. നാളത്തെ ദിവസം നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ എങ്ങനെയൊക്കെ നിയ്യത്ത് വെക്കാം? നാളെ നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്ത് 3 നിയ്യത്തുകൾ നമ്മൾക്ക് വെക്കാവുന്നതാണ്. ഒന്നാമത്തെ നിയ്യത്ത്, നാളത്തെ ശഅബാൻ 15-ന്റെ നോമ്പ് അനുഷ്ഠിക്കാൻ ഞാൻ കരുതുന്നു എന്നും, അതോടൊപ്പം തന്നെ ശഅബാൻ മാസത്തിലുള്ള സുന്നത്ത് നോമ്പ് അല്ലാഹു തആലാക്ക് വേണ്ടി നോൽക്കാൻ ഞാൻ കരുതുന്നു എന്നും. ഇനി വല്ല നോമ്പും റമളാൻ മാസത്തിൽ ഖളാ ആയിട്ടുണ്ടെങ്കിൽ റമളാൻ മാസത്തിൽ എനിക്ക് ഖളാ ആയ നോമ്പിനെ കൂടെ നാളെ ഞാൻ കരുതുന്നു എന്ന് നിയ്യത്ത് വെച്ച് കഴിഞ്ഞാൽ 3 നോമ്പിന്റെ പ്രതിഫലവും അള്ളാഹു നമ്മൾക്ക് നൽകുകയാണ്. അള്ളാഹു നോൽക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും നൽകട്ടെ. അപ്പൊ പല ഉമ്മമാർക്ക് ഒരു വിഷമുണ്ട്, സങ്കടം ഉണ്ടാകും. ഉസ്താദേ, മെൻസസ് ആണ്, ഞങ്ങൾ എന്താണ് ചെയ്യുക? ആർത്തവക്കാരികൾക്ക് നോമ്പനുഷ്ഠിക്കാൻ പറ്റൂലല്ലോ. ആ സമയത്ത് നിങ്ങൾ ദിക്റും സ്വലാത്തും ചൊല്ലുക. നിങ്ങളെ മെൻസസ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബറാഅത്തിന്റെ നോമ്പ് ഖളാ വീട്ടാവുന്നതാണ്. മനസ്സിലായില്ലേ? റമളാൻ മാസത്തിലല്ലോ, റമളാൻ മാസത്തിൽ പറ്റൂല. ശഅബാൻ 15 ശഅബാൻ മാസം കഴിയുന്നതിന്റെ മുമ്പ് നിങ്ങളെ മെൻസസ് കഴിഞ്ഞാൽ ആ നോമ്പ് നിങ്ങൾക്ക് ഖളാ വീട്ടാവുന്നതാണ് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ രാത്രി ധാരാളം ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീക്ക് നൽകട്ടെ. എല്ലാ പ്രവർത്തനങ്ങളും അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ഇന്നത്തെ രാത്രിയുടെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അകറ്റി തരണേ അല്ലാ. നാളെ നോമ്പനുഷ്ഠിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും നൽകണേ റഹ്മാനെ. ഇൻഷാ അല്ലാഹ് നമ്മുടെ ക്ലാസ് മറ്റുള്ളവർക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷം 3 യാസീൻ ഓതി നമ്മൾക്ക് ദുആ ചെയ്യണം. അതുകൊണ്ട് കഴിവുന്ന ആളുകളൊക്കെ നമ്മുടെ മജ്ലിസിൽ പങ്കെടുക്കുക, പുണ്യം നേടുക. അതുപോലെ തന്നെ നാളെ രാവിലെയും നമ്മളെ മജ്ലിസ് ഉണ്ടാകും, അതിലും പങ്കെടുക്കുക. എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസ് ഉണ്ടാകും, അതിലൊക്കെ പങ്കെടുത്ത് പുണ്യം കരസ്ഥമാക്കുക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.